Yes, good afternoon. In the last class we discussed with the chemi-osmotic hypothesis how the ATP molecules are formed during the process of light reaction in plants. And today we can discuss the last topic of the chapter that include the factors affecting photosynthesis. What are the factors affecting photosynthesis? Factors affecting photosynthesis. See, the rate of photosynthesis vary from place to place and time to time, because the photosynthesis is a reaction, chemical reaction controlled by various factors. As you know, the sunlight increases, photosynthesis increases, like that. Various factors are there which control the rate of photosynthesis. The total factors controlling the photosynthesis can be divided into two categories. Internal factors and external factors. Internal factors and external factors. You can divide the total factors into two categories. Internal factors and external factors. Internal factors means factors related to leaf. Leafumai bandhappetta factor aanu. External factors means related to factors related to environment. Environmentuമായി ബന്ധപ്പെട്ട outside the leaf, leafന്റെ പുറത്തുള്ള environmental factors ആണ് external factors എന്ന് പറയുന്നത്. ഇതിൽ ഇമ്പോർട്ടന്റ് external factors ആണ്. ഒരു ഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. See, internal factors ഉദ്ദേശിക്കുന്നത് ലീഫുമായി ബന്ധപ്പെട്ട factors ആണ്. And the factors related to leaf mainly include one, size of the leaf, leaf in the size, size of the leaf increases, the photosynthesis increases because surface area increases. Surface area increases more, photosynthesis rate increases. Second one, age of the leaf, leaf in the age increases more, photosynthesis decreases because age increases more. പിന്നെ അതിന്റെ മെറ്റബോളിക് ആക്ടിവിറ്റി കുറയും. അപ്പോൾ നല്ല ലീഫ്, യങ് ലീഫ് ആണെങ്കിൽ ഫോട്ടോസിന്തസിസ് മാക്സിമം ആയിരിക്കും. ലീഫ് ഓൾഡ് ആവുമ്പോൾ മെല്ലെ മെല്ലെ ഏജ് ആവുമ്പോൾ ഫോട്ടോസിന്തറ്റിക് റേറ്റ് കുറയും. ദെൻ ക്ലോറോഫിൽ കണ്ടന്റ് ചില ലീഫൊക്കെ ക്ലോറോഫിൽ കണ്ടന്റ് കുറവായിരിക്കും. ക്ലോറോഫിൽ കുറയുമ്പോൾ ഫോട്ടോസിന്തറ്റിക് റേറ്റ് കുറയും. ചില ലീഫ് നല്ല ഗ്രീൻ ലീഫ് ആയിരിക്കും. നല്ല ഗ്രീൻ ലീഫ് ആവുന്ന കാരണം ക്ലോറോഫിൽ കൂടുതലായതുകൊണ്ടാണ്. അപ്പോൾ ക്ലോറോഫിൽ കുറയുമ്പോൾ ഫോട്ടോസിന്തറ്റിക് റേറ്റ് കുറയും. പിന്നെ age of the leaf, then comes the ratio of palisade and spongy tissue or direction of leaf in the direction, orientation of leaf ചിലപ്പോൾ വെർട്ടിക്കലി ഇങ്ങനെ ഓറിയന്റഡ് ആണ്, ഹൊറിസോണ്ടൽ ആയിരിക്കും. ചില ലീഫ് വെർട്ടിക്കലി ഓറിയന്റഡ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ സൺലൈറ്റ് കൊള്ളൂല, ഇങ്ങനെയാകുമ്പോൾ സൺലൈറ്റ് കൂടും. സോ ലൈക്ക് ദാറ്റ് ദീസ് ആർ ഓൾ ദ ഫാക്ടേഴ്സ് റിലേറ്റഡ് ടു ലീഫുമായി ബന്ധപ്പെട്ട ഫാക്ടേഴ്സ് ആണ്. സോ ഇത് ലീഫിലെ വാട്ടർ കണ്ടന്റ്, ഇതൊക്കെ ലീഫുമായി ബന്ധപ്പെട്ട ഫാക്ടേഴ്സ് ആണ്. അത്ര ഇമ്പോർട്ടന്റ് അല്ല. സി സെക്കൻഡ് വൺ ഈസ് മോർ ഇമ്പോർട്ടന്റ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആർ മോർ ഇമ്പോർട്ടന്റ് ദാൻ ഇന്റേണൽ ഫാക്ടേഴ്സ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സിന് മെയിൻ ആയിട്ട് നമുക്ക് 4 ഫാക്ടേഴ്സ് ആണ് വരുന്നത്. ഒന്ന് സൺലൈറ്റ് ആണ്. സൺലൈറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ ഫോർ ഫോട്ടോസിന്തസിസ്. സൺലൈറ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. എന്താ സൺലൈറ്റിന്റെ ഇമ്പോർട്ടൻസ്? The quality and quantity of sunlight decide the rate of photosynthesis എന്നാണ് പറയുന്നത്. കാരണം ട്രോപ്പിക്കൽ റീജിയനിൽ നല്ല സൺലൈറ്റ് ആയിരിക്കും, ഫോട്ടോസിന്തസിസ് മാക്സിമം ആണ്. നമ്മൾ പോളാർ ഏരിയയിലേക്ക് പോകുമ്പോൾ ഫോട്ടോസിന്തസിസ് സൺലൈറ്റിന്റെ ഇന്റൻസിറ്റി കുറയും. അതേപോലെ മോർണിംഗ് ടൈമിലുള്ളതിനേക്കാളും സൺലൈറ്റ് ഉച്ചയാകുമ്പോഴേക്കും കൂടും. അപ്പോൾ രാവിലെ 6 മണിക്കുള്ള ഫോട്ടോസിന്തസിസ്, 7 മണിക്കുള്ള ഫോട്ടോസിന്തസിസ് എല്ലാം 10 മണിയാകുമ്പോൾ ഉണ്ടാവുമല്ലോ. Because sunlight increases, photosynthetic rate increases. പിന്നെ ഹൈ സൺലൈറ്റ് റെഡ്യൂസ് ദ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ്. കാരണം ഭയങ്കര സൺലൈറ്റ് വരുമ്പോൾ ഫോട്ടോ ഓക്സിഡേഷൻ ഓഫ് ക്ലോറോഫിൽ ടേക്സ് പ്ലേസ്. ക്ലോറോഫിൽ നശിച്ചു പോകും വെയിൽ കൊണ്ടിട്ട്. വാട്ടർ കണ്ടന്റ് കുറയും. സൺലൈറ്റ് കൂടുമ്പോൾ ചൂട് കൂടുമ്പോൾ ട്രാൻസ്പിറേഷൻ കൂടും. അപ്പോൾ വാട്ടർ കണ്ടന്റ് കുറയും. അപ്പോൾ നമുക്ക് നോർമലായി പറയാം സൺലൈറ്റ് ഇൻക്രീസസ്, ദ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ഇൻക്രീസസ് അപ് ടു ആൻ ഒപ്റ്റിമം. ബിഹൈൻഡ് ദാറ്റ് ഒരുപാട് കൂടിയാൽ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് കുറയും. കാരണം സ്റ്റൊമാറ്റ ക്ലോസ് ആവും, ലീഫ് ഡ്രൈ ആവും, ക്ലോറോഫിൽ ഡിസ്ട്രോയ് ആവും. അപ്പോൾ ഒരു ഒപ്റ്റിമം വരെ, ഒരു മാക്സിമം വരെ സൺലൈറ്റ് ഇൻക്രീസസ്, ഫോട്ടോസിന്തസിസ് ഇൻക്രീസസ്.
up to a maximum. Then second one, water. It's very important. Water is very important for photosynthesis. As we know, it supplies electrons and protons required for light reaction. Electrons and protons കൊടുക്കുന്നത് വാട്ടർ ആണ്. നമുക്കറിയാം വാട്ടർ കൂടുമ്പോൾ എന്താവും, നല്ല ഡ്രൈ സീസണിൽ ഫോട്ടോസിന്തറ്റിക് കുറവായിരിക്കും. നല്ല റെയിനി സീസണിൽ നല്ല സൺലൈറ്റ് ഉണ്ടെങ്കിൽ ഫോട്ടോസിന്തറ്റിക്. സോ വാട്ടർ ഇൻക്രീസസ്, ദ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ഇൻക്രീസസ്. അതായത് വാട്ടറിന്റെ കണ്ടന്റ് കൂടുമ്പോൾ ഫോട്ടോസിന്തറ്റിക് കുറയും. അപ്പോൾ വാട്ടർ കണ്ടന്റ് കുറയുമ്പോൾ ലീഫ് ഡ്രൈ ആവുമ്പോൾ, സോയിൽ ഡ്രൈ ആവുമ്പോൾ ഫോട്ടോസിന്തറ്റിക് റേറ്റ് കുറയും. അതാണ് നോർമൽ കണ്ടീഷൻ. ദെൻ തേർഡ് വൺ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഇസ് എ മെയിൻ ഫാക്ടർ. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഫോട്ടോസിന്തറ്റിക് റേറ്റ് ഇൻക്രീസ് ചെയ്യും, ഒരു പരിധി വരെ കൂടും. ആൻഡ് ബിയോണ്ട് 35 ഡിഗ്രി, ഒരു 30-35 ഡിഗ്രി വരെ ഫോട്ടോസിന്തസിസ് കൂടുമ്പോൾ, ടെമ്പറേച്ചർ കൂടുമ്പോൾ ഫോട്ടോസിന്തസിസ് ഇൻക്രീസ് ചെയ്യും. ബിയോണ്ട് 35-40 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ റെഡ്യൂസ് ദ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ്. കാരണം ഡാർക്ക് റിയാക്ഷനാണ് കൂടുതൽ ബാധിക്കുന്നത്. ടെമ്പറേച്ചർ ബാധിക്കുന്നത് ഡാർക്ക് റിയാക്ഷനാണ്. കാരണം ഡാർക്ക് റിയാക്ഷൻ ഈസ് കൺട്രോൾഡ് ബൈ എൻസൈം. ഡാർക്ക് റിയാക്ഷൻ കൺട്രോൾ ചെയ്യുന്ന ഒരുപാട് എൻസൈംസ് ഉണ്ട്. അപ്പൊ ഡാർക്ക് റിയാക്ഷൻ നടക്കാൻ എൻസൈം വേണം. എൻസൈംസിന്റെ പ്രത്യേകത എന്താ, ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ കഴിഞ്ഞാൽ എൻസൈംസ് ആർ ഡിസ്ട്രോയിഡ്, അല്ലെ? ഒരു പ്രത്യേക ടെമ്പറേച്ചർ കഴിഞ്ഞാൽ എൻസൈംസ് നശിച്ചു പോകും. അപ്പൊ എൻസൈമിനെ 35 ഡിഗ്രി 37-40 ഡിഗ്രിക്ക് അപ്പുറം സഫർ ചെയ്യാൻ പറ്റില്ല, അല്ലെ? റൊബിസ്കോ, അങ്ങനെ ഒരുപാട് എൻസൈംസ് ഉണ്ട്. അപ്പൊ കാർബൺ സൈക്കിൾ നടക്കുന്ന ഒരുപാട് എൻസൈംസ് ഉണ്ട് ഡാർക്ക് റിയാക്ഷന്റെ. അപ്പൊ അതുകൊണ്ട് തന്നെ temperature increases, photosynthesis increases up to an optimum temperature. Beyond that temperature, enzymes are destroyed. So, പ്രത്യേക ടെമ്പറേച്ചറിന് അപ്പുറത്ത് ഒരുപാട് എഫക്ട് ഉണ്ടാവും, അല്ലെ? എൻസൈംസ് നശിച്ചു പോകും, ടൊമാറ്റ ഗോസ് ഔട്ട്. അപ്പോൾ ഒരു പരിധിക്ക് അപ്പുറത്ത് പോയാൽ ടെമ്പറേച്ചർ റെഡ്യൂസസ് ദ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ്. ദെൻ ഇതിനേക്കാളും ഇമ്പോർട്ടന്റ് ആണ് കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. Carbon dioxide concentration is more important because carbon dioxide concentration increases, photosynthesis increases up to an optimum level. അതും അങ്ങനെ തന്നെയാണ്. കാരണം ഒരു പരിധിക്കപ്പുറത്ത് കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയാൽ അത് പ്ലാന്റിന് ടോക്സിക് ആണ്, പോയ്സണസ് ആണ്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ ഇൻക്രീസസ്, photosynthesis increases up to an optimum. Beyond the concentration of carbon dioxide, it is highly poisonous to plants, so it can toxic, so it can't close the stomata and reduce the rate of photosynthesis. അപ്പോൾ ഇങ്ങനെ പ്രധാനപ്പെട്ട 4 ഫാക്ടേഴ്സ് ആണ്: സൺലൈറ്റ്, വാട്ടർ, ടെമ്പറേച്ചർ ആൻഡ് കോൺസെൻട്രേഷൻ കാർബൺ ഡയോക്സൈഡ്. ഇനി ഇതൊക്കെ ഫാക്ടേഴ്സ് ആണ്. നമ്മൾ നോക്കി, നമുക്ക് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, അല്ലെ? ഒരുപാട് ഫാക്ടേഴ്സ്, ഇന്റേണൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്. ആൻഡ് in 1905, a scientist called as F.F. Blackman, F.F. Blackman എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ലോ ഉണ്ടാക്കി, ഏറ്റവും പ്രധാനപ്പെട്ട ലോ ഉണ്ടാക്കി. ദാറ്റ് ഈസ് കാൾഡ് as ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ലോ ഉണ്ടാക്കി. സയന്റിസ്റ്റിന്റെ പേര് F.F. ബ്ലാക്ക്മാൻ എന്നാണ്. അത് ഫോട്ടോസിന്തസിന്റെ ആ ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു സയന്റിസ്റ്റിന്റെ പേരാണ് ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ്. ആ ലോ പറയുന്നത്, ടെക്സ്റ്റ് വായിക്കുക, ലോ നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല. when the reaction is controlled by more than one factor, the speed of the reaction is controlled by availability of lowest factor. See, when the reaction is controlled by more than one factor, reaction, photosynthesis is a reaction controlled by various factors. The speed of reaction is controlled by availability of lowest factor. Speed of the reaction control ചെയ്യുന്ന ആരാ? ഇത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവുമ്പോൾ ലോവസ്റ്റ് ഫാക്ടർ ആണ് ലിമിറ്റിംഗ് ആയി വരുന്നത്. കൺട്രോൾ ചെയ്യുന്നത്, ലിമിറ്റിംഗ് ആയി വരുന്നത് ലോവസ്റ്റ് ഫാക്ടർ ആണ്. ഏതാണോ ലോവസ്റ്റ്, അതാണ് റിയാക്ഷൻ കൺട്രോൾ ചെയ്യുന്നത്. മനസ്സിലാവാൻ ലോ ബുദ്ധിമുട്ടാണ്. ഞാൻ എക്സാമ്പിൾ പറയാം. ഇന്നത്തെ ക്ലൈമറ്റില് ഹൂ ഈസ് ദ ലിമിറ്റിംഗ് ഫാക്ടർ? ആരാണ് ഫോട്ടോസിന്തസിന്റെ റേറ്റ് കൺട്രോൾ ചെയ്യുന്നത്? ആരാ? ഇന്നത്തെ ക്ലൈമറ്റ്, ജൂലൈയിലെ ക്ലൈമറ്റ് ആണ്. ഇന്നത്തെ ക്ലൈമറ്റില് ആരാണ് ഫോട്ടോസിന്തസിന്റെ റേറ്റ് കൂട്ടുന്നതും കുറയ്ക്കുന്നതും? ആരാ? എന്താ ആൻസർ? ഇന്ന് നല്ല മഴയുണ്ട്, നല്ല കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ഇഷ്ടംപോലെ ക്ലോറോഫിൽ ഉണ്ട്. അപ്പൊ ആരാ ലിമിറ്റിംഗ് ഫാക്ടർ? ഇന്ന് ഇഷ്ടംപോലെ വാട്ടർ ഉണ്ട്, ഇഷ്ടംപോലെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. അപ്പൊ ആരാ ലിമിറ്റിംഗ് ഫാക്ടർ? സൺലൈറ്റ് ഈസ് എ ലിമിറ്റിംഗ് ഫാക്ടർ.
അല്ലേ? സൺലൈറ്റ് കൊടുത്താൽ ഇന്ന് സൺലൈറ്റ് ഇല്ല. അപ്പൊ സൺലൈറ്റ് കൊടുത്താൽ എന്തുണ്ടാവും? ബാക്കി എല്ലാം കിട്ടിയിട്ടും കാര്യമില്ല. എന്ത് കിട്ടണം? സൺലൈറ്റ് കിട്ടണം. അപ്പൊ ഇന്നത്തെ ലിമിറ്റിംഗ് ഫാക്ടർ, ഇന്ന് ഫോട്ടോസിന്തസിസ് കൺട്രോൾ ആരാ കൺട്രോൾ ചെയ്യുന്നത്? സൺലൈറ്റ് ആണ്. ഇന്ന് സൺലൈറ്റ് ആണ് ലിമിറ്റിംഗ് ഫാക്ടർ. ഇന്ന് സൺലൈറ്റ് കുറവാണ്. ഇന്ന് സൺലൈറ്റ് ലോവസ്റ്റ് ഫാക്ടറാണ്. പോട്ടെ, ഞാൻ അനദർ എക്സാമ്പിൾ പറയാം. ഏപ്രിൽ മെയ് സീസണില് ആരാ ലിമിറ്റിംഗ് ഫാക്ടർ? ഫോട്ടോസിന്തസിസ് കൺട്രോൾ ചെയ്യുന്നത് ആരാ? ഏപ്രിൽ മെയ് സീസൺ എന്താ കാലാവസ്ഥ? നല്ല ടെമ്പറേച്ചർ ഉണ്ട്, നല്ല സൺലൈറ്റ് ഉണ്ട്, നല്ല ക്ലോറോഫിൽ ഉണ്ട്. അപ്പൊ ആരാ ലിമിറ്റിംഗ് ഫാക്ടർ? അന്നത്തെ ലിമിറ്റിംഗ് ഫാക്ടർ ഡ്രൈ ആണ്, വെള്ളമില്ല. വെള്ളം കൂട്ടി എത്ര ഫോട്ടോസിന്തസിസ് കൂടും? അപ്പൊ ഏപ്രിൽ മെയ് സീസണിലെ ലിമിറ്റിംഗ് ഫാക്ടർ വെള്ളമാണ്, വാട്ടറാണ്. ഇന്ന് ലിമിറ്റിംഗ് ഫാക്ടർ സൺലൈറ്റ് ആണ്. ലോവസ്റ്റ് ഫാക്ടർ വിൽ കൺട്രോൾ ദ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ റിയാക്ഷൻ ഇമ്പോർട്ടന്റ് വേണ്ട, എക്സാമ്പിൾ വേണ്ട, ഒരു ഗ്രാഫ് ടെക്സ്റ്റ് നോക്കി ആൻസർ ചെയ്യണം. ഒരു ഗ്രാഫ് ഉണ്ട്, ആ ഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്തത്, ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ എക്സ്പ്ലെയിൻ ചെയ്തത് ബ്ലാക്ക്മാൻ എന്ന സയന്റിസ്റ്റാണ്, എഫ് ബ്ലാക്ക്മാൻ. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് ദ ചാപ്റ്റർ ഫോട്ടോസിന്തസിസ്. ഓക്കെ, ഇനി നമുക്ക് ആ ചാപ്റ്ററിലെ എന്തിന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇന്നലെ ഞാൻ അതിന്റെ ക്വസ്റ്റ്യൻസ് അയച്ചെടുത്തിരുന്നു. നിങ്ങൾ അസൈൻമെന്റ് ആയിട്ട് എഴുതണം. ഒക്കെ നമുക്ക് ജൂലൈ ലാസ്റ്റ് ആവുമ്പോൾ തീർക്കേണ്ടതാണ്. അപ്പൊ ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ആണ്, അതിന് വേണമെങ്കിൽ നോട്ട് ചെയ്യണം. ഓരോ ചാപ്റ്ററായി ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ചാപ്റ്റർ വരുന്നത് അബ്സോർപ്ഷൻ ആണ്. ട്രാൻസ്പോർട്ടിംഗ് പ്ലാന്റ്സിന്റെ ചാപ്റ്റർ ആണ് വരുന്നത്. അപ്പൊ ആ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് അയച്ചു തരുന്നു. പേജ് നമ്പർ 193 ആണ്. ഞാൻ ക്വസ്റ്റ്യൻസ് വായിക്കാം. അതിൽ അറിയാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ബുദ്ധിമുട്ടുള്ളൂ, പറയാത്തതൊക്കെ പറയുമ്പോൾ നോട്ട് ചെയ്യണം. ഓക്കെ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ? ഡിഫ്യൂഷനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതാണ്? ഒന്ന്, റേറ്റ് ഓഫ് ഡിഫ്യൂസിംഗ്, സൈസ് ഓഫ് ദ ഡിഫ്യൂസിംഗ് പാർട്ടിക്കിൾ, ടെമ്പറേച്ചർ, കോൺസെൻട്രേഷൻ ഓഫ് ദ ഡിഫ്യൂസിംഗ് പാർട്ടിക്കിൾ. മൂന്ന് കാര്യമാണ്. സൈസ് ഓഫ് ദ ഡിഫ്യൂസിംഗ് പാർട്ടിക്കിൾ, ടെമ്പറേച്ചർ and the concentration of diffusing particle. Second question, what are porins? What role do they play in diffusion? What are porins? That is facilitate diffusion by the porins and the membrane, plasma membrane. There are certain proteins, they are called as porins. They are acting as the channels of transporting water and water soluble substances into and out of the cell. There are certain proteins helping in the transport of materials into and out of the cell. There are certain integral proteins present on the plasma membrane. Third one, describe the role played by protein pump during the active transport in plants. What is the role played by same question? Proteins are, some of the integral proteins are there, projecting on either side of the membrane, acting as channels for the transport of water and water soluble substances, because water soluble substances cannot pass across the membrane through the lipid part of the membrane. So integral proteins are acting, they require ATP required for the transport by active method. Fourth one, explain why pure water has maximum water potential. എന്തുകൊണ്ടാണ് പ്യൂർ വാട്ടറിന്റെ മാക്സിമം വാട്ടർ പൊട്ടൻഷ്യൽ മാക്സിമം ആവുന്നത്, സീറോ ആവുന്നത്? എന്തുകൊണ്ടാണ്? അതിനകത്ത് എന്തില്ല? സൊല്യൂട്ട്സ് ഇല്ല. ബിക്കോസ് ദർ ഈസ് ഹൈ ഫ്രീ എനർജി. പ്യൂർ വാട്ടർ കണ്ടെയ്ൻ ഹൈ ഫ്രീ എനർജി ബിക്കോസ് ദർ ഈസ് നോ സൊല്യൂട്ട് മോളിക്യൂൾസ് ഇല്ലാത്തത് കൊണ്ട്, പ്യൂർ ആയതുകൊണ്ട്, സൊല്യൂട്ട്സ് ഇല്ലാത്തത് കൊണ്ട് നല്ല ഹൈ വാട്ടർ പൊട്ടൻഷ്യൽ ആയിരിക്കും. ദെൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഡിഫ്യൂഷൻ, ഓസ്മോസിസ് അറിയാം. Transpiration and evaporation. Transpiration area, loss of water in the form of vapor through aerial parts of the plant body is called transpiration. The evaporation, conversion of water into vapor is called evaporation. In the വേറെ വ്യത്യാസം, ട്രാൻസ്പിറേഷന് സ്റ്റൊമാറ്റോ വേണം അല്ലെ, ഇവാപറേഷന് സ്റ്റൊമാറ്റ അല്ലെങ്കിൽ ലിവിംഗ് സെൽ വേണ്ട. ട്രാൻസ്പിറേഷന് സ്റ്റൊമാറ്റോ വേണം അല്ലെങ്കിൽ ലിവിംഗ് സെൽ വേണം, ഇവാപറേഷന് ലിവിംഗ് സെൽസ് വേണ്ട. Third one, osmotic pressure and osmotic potential. Osmotic pressure, the pressure developed due to osmosis is called osmotic pressure. And the potential when osmotic pressure is expressed in values, that value expressed when osmotic pressure is expressed in values, it
is called osmotic potential. പൊട്ടൻഷ്യലിന്റെ വാക്ക് വരുന്നത് എപ്പോഴും സൊല്യൂട്ട് പൊട്ടൻഷ്യൽ, പ്രഷർ പൊട്ടൻഷ്യൽ, അതിന്റെ വാല്യൂ when it is expressed in value is called അപ്പോൾ -5 എന്ന് പറയുമ്പോഴാണ് അത് വാല്യൂ ആവുന്നത്. വാല്യൂ ആകുമ്പോഴാണ് ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇംബിബിഷൻ ഡിഫ്യൂഷൻ അറിയാം, അപ്പോപ്ലാസ് ഇംപ്ലാസ്റ്റ് അറിയാം, ഗട്ടേഷൻ ട്രാൻസ്പിരേഷൻ അറിയാം. ലോസ് ഓഫ് ലിക്വിഡ് ഈസ് കോൾഡ് ഗട്ടേഷൻ. ഓക്കെ. Then sixth one, briefly describe water potential. What are the factors affecting it? അല്ല അറിയാം, solute potentialum, solutum, pressure. What happens when pressure greater than atmospheric pressure is applied to pure water? എന്താവുന്നു? Water potential increases. Water potential increases. Eighth one, with the help of label diagram, describe the process of plasmolysis in plants, giving appropriate examples. Plasmolysis diagram ഞാൻ ബോർഡിൽ വരച്ചിരുന്നു. ആദ്യം പ്രോട്ടോപ്ലാസം ഷ്രിങ്ക് ചെയ്യും, അതാണ് പ്ലാസ്മ എക്സോസ്മോസിസ് നടക്കും, പിന്നെ പ്ലാസ്മോളിസിസ് നടക്കും. ബി, എക്സ്പ്ലെയിൻ വാട്ട് വിൽ ഹാപ്പൻ ടു എ പ്ലാന്റ് സെൽ ഇഫ് ഇറ്റ് ഈസ് കെപ്റ്റ് ഇൻ സൊല്യൂഷൻ ഹാവിംഗ് ഹയർ വാട്ടർ പൊട്ടൻഷ്യൽ. ഹയർ വാട്ടർ പൊട്ടൻഷ്യൽ ഇട്ടാൽ എന്താവും? ഹയർ ഡബ്ല്യൂപിയിൽ ഇട്ടാൽ എന്താവും? ഹയർ വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാല് വാട്ടർ പൊട്ടൻഷ്യൽ സൊല്യൂട്ട് കുറവാണ് അല്ലെ, ഉണ്ടാവും, വെള്ളം ഉള്ളിലേക്ക് കിടക്കും. വാട്ടർ വിൽ എൻ്റർ ഇൻ ദാറ്റ് ഈസ് കോൾഡ് ആസ്. മറ്റതിന്റെ ഓപ്പോസിറ്റ് നേരത്തെ പറഞ്ഞത് എക്സോസ്മോസിസ് ആണ്. ക്വസ്റ്റ്യൻ എ എക്സോസ്മോസിസ് ആണ്, 8th എ എക്സോസ്മോസിസ് ആണ്, 8th ബി എൻഡോസ്മോസിസ് ആണ്. സെല്ല് ടർജിഡ് ആവും. ആൻസർ. 9th one, how is mycorrhizal association helpful in the absorption of water and minerals? It will increase the surface area. Mycorrhiza increase the surface area and help to absorb water and minerals. 10th one, what role does root pressure play in water movement? Root pressure theory ചെയ്ത് എന്താ root pressure എന്ന് പറഞ്ഞാൽ അറിയാം. വാട്ടർ എൻ്റർ ചെയ്യുമ്പോൾ ഒരു പ്രഷർ ഡെവലപ്പ് ചെയ്യുമ്പോൾ റൂട്ട് പ്രഷർ ഉണ്ടാവും, ഒരു ആക്റ്റീവ് പ്രോസസ് ആണ്. 11th one, describe transpiration pull model. What are the factors affecting transpiration? How it is essential to plants? എന്താ ട്രാൻസ്പിറേഷൻ പുൾ എന്താണ്, എന്താണ് ഹെൽപ്പ് ചെയ്യുന്നത്? ട്രാൻസ്പിറേഷൻ ഹെൽപ്പ് എന്താ? അബ്സോർപ്ഷനെയും ട്രാൻസ്പോർട്ടേഷനും ഹെൽപ്പ് ചെയ്യുന്നു. കൂളിംഗ് എഫക്ട് ഓൺ പ്ലാന്റ് ബോഡി. ആൻഡ് how is useful in plants? പ്ലാന്റ്സിലേക്ക് അബ്സോർപ്ഷൻ ഹെൽപ്പ് ചെയ്യുന്നു. 12th one, discuss the factors responsible for ascent of sap. Ascent of sap എന്ന് പറഞ്ഞാൽ സൈലം ട്രാൻസ്പോർട്ട് ആണ്. What are the factors affecting ട്രാൻസ്പോർട്ട് കൂടി മുകളിലേക്ക് വാട്ടർ മൂവ് ചെയ്യുന്നതിനാണ്, സൈലത്തിൽ കൂടി മൂവ് ചെയ്യുന്ന പ്രോസസ്സിനാണ് ascent of sap എന്ന് പറയുന്നത്. ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണ്? ഒന്ന് ട്രാൻസ്പിറേഷൻ പുൾ, കൊഹിഷൻ ആൻഡ് അഡീഷൻ, കാപ്പിലാരിറ്റി. 4 ഫോഴ്സസ് ആണ്. Then 13th one, what essential role root endodermis play during mineral absorption in plants? What is the role of endodermis? In the answer is the endodermis, Casparian thickening on the endodermis help the inward movement. Passage cells help in the inward movement. Passage cell is water movement. Endodermis contain passage cells help in the inward movement of water. It will not allow the outward movement of water. വെള്ളം പുറത്തേക്ക് പോകാൻ സമ്മതിക്കില്ല. ഇതാണ് endodermisന്റെ റോള്. And 14th one, explain why xylem transport. 1 minute. Explain why xylem transport is unidirectional, phloem transport is bidirectional. അറിയാം. 15th one, explain pressure flow hypothesis, translocation. 15th one, translocation, pressure flow hypothesis എന്ന് പറഞ്ഞാൽ മാസ് ഫ്ലോ എന്ന് പറഞ്ഞു നമ്മൾ അല്ലേ. ലീഫ് കണ്ടെയ്ൻ, വായിച്ചു നോക്കുക. ലീഫ് കണ്ടെയ്ൻ large amount of glucose produced by photosynthesis. ലീഫില്, സൈലത്തില് അല്ല ഫ്ലോയത്തില് ഒരുപാട് ഫുഡ് മെറ്റീരിയൽസ് ഉണ്ടാവും. അപ്പോൾ വാട്ടർ മൂവ് ഫ്രം ദ സൈലം ഇൻ ടു ദ ഫ്ലോയം. സോ ഫ്ലോയത്തിൽ ഒരു പ്രഷർ ഡെവലപ്പ് ചെയ്യും. ആ പ്രഷർ ഫുഡിനെ പുഷ് ചെയ്യും. ഫ്ലോയം കണ്ടെയ്ൻ ലാർജ് എമൗണ്ട് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഫുഡ് മെറ്റീരിയൽസ്. As a result, water from the xylem of the leaf enter into the phloem. As a result, a pressure is developed in the phloem of the leaf. It pushes the food material towards other parts where pressure is low. Pressure കൂടിയ ഭാഗത്തിന് പ്രഷർ കുറഞ്ഞ ഭാഗത്തേക്ക് മൂവ് ചെയ്യും. അതാണ് പ്രഷർ ഫ്ലോ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ. Then 16th one, what causes the opening and closing of guard cells? Movement of potassium ions into and out of the guard cell. ഓക്കെ. അതാണ് ഈ ചാപ്റ്ററിന്റെ 16 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നല്ലോണം വായിച്ചിട്ട് ആൻസർ ചെയ്യാൻ നല്ല ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ മിനറൽ ന്യൂട്രീഷൻ എന്നുള്ള ചാപ്റ്റർ ആണ്. അതിൽ 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. പറയാം. മിനറൽ ന്യൂട്രീഷൻ എന്നുള്ള ചാപ്റ്ററിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേജ് നമ്പർ 205 ആണ്. ഞാൻ ഇന്നലെ അയച്ചിരുന്നു. 205 ആണ്. നല്ല വൃത്തിയിൽ എഴുതിയ ആൻസേഴ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, all elements
that are present in the plant need not be essential for survival. Comment. എല്ലാ എലമെന്റ്സും എസെൻഷ്യൽ അല്ല. എന്തുകൊണ്ടാ? യെസ്, എസെൻഷ്യൽ all elements are not required. Only essential elements are required for the growth and development. Second one, why is purification of water and nutrients important in hydroponics? നമ്മൾ എടുക്കുന്ന വാട്ടർ, നമ്മൾ ഹൈഡ്രോപോണിക്സിന് യൂസ് ചെയ്യുന്ന വാട്ടർ അല്ല പ്യുവർ ആയിരിക്കണം. എന്തിനാ? ബിക്കോസ് ഇഫ് ദ വാട്ടർ കണ്ടെയ്ൻ dissolved minerals, we will not get correct result. നമ്മൾ എടുക്കുന്ന വെള്ളത്തിൽ മിനറൽസ് ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടൂല. ബിക്കോസ് we have to study the role of particular element in the plant body. ഏത് എലമെന്റ് ആണോ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് ആ എലമെന്റ് നമ്മൾ സപ്ലൈ ചെയ്യാൻ പാടില്ല. അപ്പോഴാണ് ഡെഫിഷ്യൻസി സിംറ്റം കാണുന്നത്. സോ ആ എടുക്കുന്ന വാട്ടർ നല്ല പ്യുവർ ആവണം, അല്ലെങ്കിൽ we will not get a correct result. Third one, explain with the example micronutrients, macronutrients അറിയാം, beneficial nutrients which are beneficial, then toxic elements which are poisonous and essential elements അറിയാം. Toxic poisons high concentration ആയാലും ഇത് toxic ആവും. If elements are above the concentration, critical concentration, it is called toxic. Then fourth one, name at least 5 different symptoms, describe them അറിയാം. Fifth one, if a plant shows symptom which could develop deficiency more than one nutrient, how would you find out experimentally the real deficient mineral element? എങ്ങനെയാണ് ഒരുപാട് സിംറ്റംസ് ഉണ്ട്, നിങ്ങൾ കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കല്? കാരണം മെഗ്നീഷ്യം കുറഞ്ഞാൽ അല്ലെങ്കിൽ ക്ലോറോസിസ് ഉണ്ടാവണമെങ്കിൽ 2 കാരണമാവാം. ഒന്ന് അയൺ കുറവായിരിക്കാം, അല്ലെങ്കിൽ മെഗ്നീഷ്യം കുറവായിരിക്കാം. രണ്ടിന്റെയും ഒരേ സിംറ്റാണ്. നിങ്ങൾ എങ്ങനെയാണ് കൃത്യമായിട്ട് കണ്ടുപിടിക്കല്? ഇന്ത്യയില് we have to do experimental by hydroponics. Hydroponics ഉപയോഗിച്ചിട്ട് നമുക്ക് experiment. We have to conduct experiment by using hydroponics to find out what is the actual deficiency element. Then sixth one, why is that certain plant deficiency symptoms appear first in younger parts of the plant while others they do in the mature organ? ചില സിംറ്റംസ് എന്തുകൊണ്ടാണ് യങ്ങർ റീജിയനിൽ കാണുന്നത്, ചില സിംറ്റം എന്തുകൊണ്ടാണ് mature റീജിയനിൽ കാണുന്നത്? എന്താ ഉത്തരം? Elements which are easily mobilizable, mobile symptoms are seen in the older region, and the symptoms are not immobile regions. Immobile elements ആണെങ്കിൽ symptoms are seen in the top region. അങ്ങനെയാണ് സിംറ്റംസ് കാണല്. സി എലമെന്റ്സ് നമ്മൾ മൊബൈൽ ആണെങ്കിൽ പെട്ടെന്ന് ജസ്റ്റ് 1 minute. ഇപ്പോ എലമെന്റ്സ് 2 തരത്തിലാണ്. ചില എലമെന്റ്സ് പെട്ടെന്ന് മൊബൈൽ ചെയ്യാൻ പറ്റും. മൊബൈൽ പറഞ്ഞു എക്സാമ്പിള് മൊബിലൈസേഷൻ ആണ്. സപ്പോസ് എലമെന്റ് ഒരു ലീഫാണ്. ഈ ലീഫില് സപ്പോസ് ഈ നൈട്രജന്റെ കുറവുണ്ട്. നൈട്രജൻ എലമെന്റ്സ് എവിടെയാണ് വേണ്ടത്? എലമെന്റ്സ് ആർ റിക്വയർഡ് ഇവിടെയാണ് എലമെന്റ്സ് വേണ്ടത്. ഗ്രോയിങ് ടിപ്പിലാണ് കൂടുതൽ ആവശ്യമുണ്ടാല്. എലമെന്റ്സ് ആവശ്യമുണ്ടാല് ഗ്രോയിങ് ടിപ്പിലാണ്, ടിപ്പിലെ ലീഫിലാണ്. അപ്പൊ നൈട്രജൻ കുറവുണ്ട്. ഇവിടെ നൈട്രജൻ കുറവാണ്, നൈട്രജൻ ഡെഫിഷ്യന്റ് ആണ്. എന്ത് ചെയ്യും? ഇവിടെയുള്ള നൈട്രജൻ ഇങ്ങോട്ട് കൊണ്ടുപോകും, ഈ നൈട്രജൻ ഇങ്ങോട്ട് കൊണ്ടുപോകും. നൈട്രജൻ ക്യാൻ ബി ഈസിലി മൊബിലൈസബിൾ, പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അപ്പൊ നൈട്രജൻ ഇവിടെ കുറവുണ്ടെങ്കിൽ ഇവിടുന്ന് കൊണ്ടുപോകും. അപ്പൊ എവിടെയാ സിംറ്റം ഉണ്ടാവുന്നത്? ഇവിടെ സിംറ്റം കാണും. അവിടെ സിംറ്റം നൈട്രജന്റെ കുറവ് കാണും. ഇവിടെ കാണൂല, ഇവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റും. നൈട്രജൻ പോലുള്ള എലമെന്റ്സ് ഈസിലി മൊബിലൈസബിൾ ആണ്. അങ്ങനെ കൊണ്ടുപോകും. നമ്മുടെ ലീഫിൽ നിന്ന് ഒരു ലീഫിൽ നിന്ന് മറ്റൊരു ലീഫിൽ കൊണ്ടുപോകും. നൈട്രജൻ കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ കാൽസ്യം കുറവാണ്. കാൽസ്യം ഈസ് എ പാർട്ട് ഓഫ് മിഡിൽ ആണല്ല. എന്താ? കാൽസ്യം പെക്ടേറ്റ് ആയിട്ടാണ്. കാൽസ്യം പെക്റ്റിനും കൂടിയിട്ട് കാൽസ്യം പെക്ടേറ്റ് ആണ്. അപ്പൊ ഇവിടെ കാൽസ്യം കുറവാണെങ്കിൽ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. കാൽസ്യം പെക്റ്റിനുമായി കൂടിയിട്ടുണ്ട്, അത്ര പെട്ടെന്ന് മൊബിലൈസബിൾ അല്ല. അപ്പൊ കാൽസ്യം കുറവാണെങ്കിൽ സിംറ്റം ഇവിടെ കാണും. നൈട്രജൻ കുറവാണെങ്കിൽ ഓൾഡ് പാർട്ടിൽ കാണും. കാൽസ്യം കുറവാണെങ്കിൽ കാൽസ്യം എവിടെയാണോ കുറവ് അവിടെ കാണും. കാരണം എന്താ? കാൽസ്യം ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാൽസ്യം മൊബിലൈസബിൾ അല്ല, നൈട്രജൻ മൊബിലൈസബിൾ ആണ്. അപ്പൊ അങ്ങനെയാണ് അതിന് ഉത്തരവാദം. ബിക്കോസ് certain elements are mobilizable. Such elements can be taken from older parts to younger parts.
So symptoms are first seen in the older plants, like nitrogen. Some elements cannot be mobilizable from older plants to younger plants. Calcium. So the symptoms are seen in the younger parts itself. Younger parts തന്നെ കാണും. അതാണ് അതിന്റെ ആൻസർ. Okay. So ഇത് രണ്ടും ആണ് ആൻസർ എഴുതുക. Then 7th one, how are minerals absorbed by plants? Uptake ആണ്. by പറഞ്ഞു active passive method പറഞ്ഞു. ആദ്യം outer space to inner space അല്ലെ, ആദ്യം outer space ലേക്കും then to inner space ഒക്കെ പറഞ്ഞു. 8th one, what are the conditions necessary for the fixation of absorbed atmospheric nitrogen? Rhizobium ഉണ്ടാകാനൊക്കെ വേണം എന്നാണ്. അപ്പൊ അത് what are the conditions necessary? അല്ല, റൂട്ടോഡിനുള്ളിൽ അനേറോബിക് ആയിരിക്കണം, നൈട്രോജനസ് എൻസൈം വേണം, ATP വേണം, NADPH വേണം. What is the role in N2 fixation? Nitrogen fix ചെയ്യുന്ന atmospheric nitrogen is converted to ammonia by rhizobium bacteria inside the root nodule. What are the steps involved in the formation of root nodule? അറിയാം, ഡയഗ്രാം ഇമ്പോർട്ടന്റ് ആണ്. റൂട്ട് നോഡ്യൂൾ ഫോർമേഷന്റെ ഡയഗ്രാം ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തതാണ്. 10th one, which of the following statement is true or false? Correct them. Boron deficiency leads to stout axis. Yes ആണ്. നോക്കുക, boron deficiency stout axis വരും. ആക്സിസിന് നീളം കുറയും. സെൽ ഇലോങ്ങേഷൻ ആണ് ബോറോൺ. ബോറോൺ ഉണ്ടെങ്കിൽ സെൽ ഇലോങ്ങേഷൻ നടക്കും. ലെങ്ത് കൂടുന്നത് ബോറോൺ ആണ്. ബോറോൺ ഇല്ലെങ്കിൽ നീളം കുറയും. നീളം കുറയുന്നതാണ് സ്റ്റൗട്ട് ആക്സിസ് എന്ന് പറയുന്നത്, ഷോർട്ട് ആക്സിസ്. എവറി മിനറൽ എലമെന്റ് ദാറ്റ് ഈസ് പ്രസന്റ് ഇൻ ദ സെൽ ഈസ് നീഡഡ് ബൈ ദ സെൽ. നോ, essential elements are only needed by the cell. C, nitrogen is a nutrient element highly immobile in plants. No, it is highly mobile in plants. D, it is very easy to establish the essentiality of microelements because they are required in trace quantities. Essential elements are micronutrients because they are required. It is easy to establish the essentiality of micronutrients. Yes, it is required only small quantity. Okay, that's about the mineral nutrition. Then comes to the chapter for third assignment. എല്ലാ ഡേറ്റ് ഇന്നതാണ്, എല്ലാത്തിന്റെ ഡേറ്റും ഇന്നത്തെ ഡേറ്റ് എഴുതുക. ഇന്ന് 15/7/2021 ഡേറ്റ് എഴുതുക. എല്ലാ അസൈൻമെന്റും സെയിം ഡേറ്റ് ആണ്. 3 അസൈൻമെന്റും ഒരേ ഡേറ്റ് വെച്ച് എഴുതുക. ഓക്കെ. ദെൻ നിങ്ങളുടെ ഫോട്ടോസിന്തസിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അത് പേജ് നമ്പർ 224 224 ആണ്. ഈ ആൻസർ എഴുതുന്നതിന് മുമ്പ് ഈ വീഡിയോ കൃത്യമായി കണ്ടിരിക്കണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്തിട്ട് വേണം ആൻസർ എഴുതാൻ. ഓക്കെ, ഷോർട്ടായിട്ട് എഴുതിയാൽ മതി ആൻസർ. പേജ് നമ്പർ 224 ആണ് ഫോട്ടോസിന്തസിന്റെ ചാപ്റ്റർ. ഫസ്റ്റ് വൺ, ബൈ ലുക്കിംഗ് ദ പ്ലാന്റ് എക്സ്റ്റേണലി ക്യാൻ യു ടെൽ വെദർ ദ പ്ലാന്റ് ഇസ് C3 or C4, വൈ ആൻഡ് ഹൗ? നിങ്ങൾക്ക് എക്സ്റ്റേണൽ ആയിട്ട് കണ്ടാൽ ഒരു പ്ലാന്റിനെ C3 ആണോ C4 ആണെന്നോ പറയാൻ പറ്റുമെന്നോ? ആൻസർ നോ ആണ് അല്ലെ. നമുക്ക് പുറത്തുനിന്ന് കണ്ടാൽ എക്സ്റ്റേണലി വി കനോട്ട് ഐഡന്റിഫൈ C3 and C4 plants. And by looking which internal structure of the plant we require anatomy. അല്ല, അനാട്ടമിക്കിൽ കണ്ടാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അനാട്ടമിക്കിന്റെ പേര് പറയും ക്രാൻസ് അനാട്ടമി എന്ന് പറയും അല്ലെ. ഏത് പാർട്ടാ? ബൈ ലുക്കിംഗ് അറ്റ് വിച്ച് ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് ദ പ്ലാന്റ് ക്യാൻ യു ടെൽ വെദർ പ്ലാന്റ് ഈസ് C3 or C4? എക്സ്പ്ലെയിൻ. ഏത് പാർട്ട് കാണണം നിങ്ങൾക്ക് ലീഫിന്റെ അനാട്ടമി കാണണം അല്ലെ. ബൈ ലുക്കിംഗ് ദ അനാട്ടമി ഓഫ് ദ ലീഫ് we can identify C3 C4 plant അല്ലെ. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. Even though very few cells in C4 plant, third question, even though very few plant cells in the C4 plant carry out biosynthetic carbon pathway, yet they are highly productive. Can you discuss why? C4 plants le കുറച്ച് സെല്ല് മാത്രമേ കാർബൺ സൈക്കിൾ ചെയ്യുന്നുള്ളൂ. ആരാ? ബണ്ടിൽ ഷീറ്റിൽ മാത്രമേ കാർബൺ സൈക്കിൾ ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നുള്ളൂ അല്ലേ. മറ്റേ പ്ലാന്റ് C3 എങ്ങനെയാ? മീസോഫിലെ എല്ലാ സെൽസിലും ഡാർക്ക് റിയാക്ഷൻ നടക്കും. പക്ഷെ നമ്മുടെ ഏതിലെത്തുമ്പോ C4 പ്ലാന്റിലെത്തുമ്പോ മീസോഫിലില് ലൈറ്റ് റിയാക്ഷൻ നടക്കും, ബണ്ടിൽ ഷീറ്റില് ഡാർക്ക് റിയാക്ഷൻ നടക്കും. ബണ്ടിൽ ഷീറ്റിന്റെ എണ്ണം കുറവാണ്. ബട്ട് ദേ ആർ ഹൈലി പ്രൊഡക്റ്റീവ്. എന്നാൽ പോലും ഭയങ്കര ഫോട്ടോസിന്തസിസ് ആണ് C4 പ്ലാന്റ്സ്. എന്തുകൊണ്ടാണ്? കുറച്ച് സെല്ലേ ചെയ്യുന്നുള്ളൂ. വൈ ദേ ആർ ഹൈലി പ്രൊഡക്റ്റീവ്. എന്നിട്ടും ഫോട്ടോസിന്തസിന്റെ റേറ്റ് കൂടുതലാണ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദർ ഈസ് നോ പ്രോസസ് ഓഫ് ഫോട്ടോ റെസ്പിറേഷൻ. ആ പ്ലാന്റ്സ് എന്തില്ല? ഫോട്ടോ റെസ്പിറേഷൻ നടക്കുന്നില്ല. സോ ദേ ആർ ഹൈലി പ്രൊഡക്റ്റീവ്. ഫോർത്ത് വൺ, റുബിസ്കോ is an enzyme that act both as carboxylase and oxygenase. Why do you think that Rubisco carries more carboxylation in C4 plants? എന്തുകൊണ്ടാണ് റുബിസ്കോ C4 പ്ലാന്റ്സിലാവുമ്പോൾ കാർബോക്സൈലേഷൻ തന്നെ ചെയ്യുന്നത്, ഓക്സിഡേഷൻ ചെയ്യുന്നില്ല? എന്തുകൊണ്ടാണ് കാർബോക്സിലേഷൻ ചെയ്യുന്നത്?
because this carbox rubisco enzyme is present in the bundle sheath cells where there is high concentration of carbon dioxide. See, rubisco is present in the RABP is present in the rubisco enzyme is present in the bundle sheath cell which contain more carbon dioxide. Avade carbon dioxide concentration കൂടുതലാണ്. Then suppose fifth one, there were plants that high concentration of chlorophyll B but lacked chlorophyll A. Would it carry out photosynthesis? Chlorophyll A illa, B ആണ് കൂടുതൽ, photosynthesis നടക്കും. Photosynthesis നടക്കില്ല because A is must for photosynthesis. Then why do plants have chlorophyll B and accessory pigments? പിന്നെന്തിനാ B എന്തിനാ? Carotenoids എന്തിനാ? Xanthophyll എന്തിനാ? A മാത്രം പോരെ? What is answer? Because chlorophyll A cannot absorb that much of energy required for excitation. Chlorophyll A മാത്രം വിചാരിച്ചാൽ എല്ലാ എനർജി അബ്സോർബ് ചെയ്യാൻ പറ്റൂല. Because it can absorb only one wavelength. So different wavelengths should be absorbed by different pigments only. അല്ലേ? പല വേവ്ലെങ്ത് അബ്സോർബ് ചെയ്യണമെങ്കിൽ ബിക്കോസ് അപ്പോൾ എല്ലാ വേവ്ലെങ്ത്തും എനർജിയാണ്. 618, 617, 660 എല്ലാം എനർജിയാണ്. അപ്പൊ ക്ലോറോഫിൽ മാത്രം വിചാരിക്കാൻ പറ്റില്ല, എല്ലാ വേവ് ലെങ്ത് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. വൺ പിഗ്മെന്റ് ക്യാൻ അബ്സോർബ് ഓൺലി വൺ വേവ് ലെങ്ത് ഓൺലി. അപ്പോ ഡിഫറെന്റ് പിഗ്മെന്റ്സ് ആർ റിക്വയർഡ്. എല്ലാ പിഗ്മെന്റ്സും വേണം. എല്ലാ വേവ് ലെങ്ത് അബ്സോർബ് ചെയ്തിട്ട് ക്ലോറോഫിലിന് കൊടുക്കുമ്പോഴാണ് അതിന് എനർജി കിട്ടുന്നത്. സോ ക്ലോറോഫിൽ alone cannot do photosynthesis because it cannot absorb all types of energy. So accessory pigments, other pigments are required. Then sixth one, why is color of leaf kept in dark, frequently yellow or pale green? Which pigment do you think more stable? എന്തുകൊണ്ടാണ് നമ്മൾ ഷെയ്ഡിൽ വെക്കുമ്പോൾ ഡാർക്കിൽ വെക്കുമ്പോൾ യെല്ലോ ആവുന്നത്? ഇറ്റ് ലോസ് ദ ക്ലോറോഫിൽ. ക്ലോറോഫിൽ കണ്ടന്റ് കുറയുന്നു. ക്ലോറോഫിൽ കണ്ടന്റ് ഡിക്രീസസ്. Which pigment is more stable? Chlorophyll is more stable. Look at leaves of the same plant, shade and compare it to the leaf, sunny leaf, or compare a poddle plant with the shade leaf. Which of them leaves are darker green? Why? ഏത് ലീഫാ ഡാർക്ക് ഗ്രീൻ ഉണ്ടാവില്ല? വെയിൽ കൊള്ളുന്ന ലീഫാണ് ഡാർക്ക് ഗ്രീൻ ഉണ്ടാവില്ല. ഷെയ്ഡിൽ വെച്ചത് പെയിൽ ഗ്രീനേ ഉണ്ടാവുള്ളൂ. കാരണം ക്ലോറോഫിൽ ഷെയ്ഡിലാവുമ്പോൾ ക്ലോറോഫിൽ സിന്തസിസ് കുറവാണ്. ബ്രൈറ്റ് സൺലൈറ്റ് വരുമ്പോഴാണ് ഫോട്ടോസിന്തസിന്റെ അല്ലെ ക്ലോറോഫിൽ പ്രൊഡക്ഷൻ കൂടുന്നത്. Then eighth one, figure 13 shows effect of light on rate of photosynthesis. Based on the graph, answer the following questions. 1310 important ആണ്. അതിൽ പിന്നെ ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഗ്രാഫ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. അറ്റ് വിച്ച് പോയിന്റ് എ, അതിൽ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. എ അറ്റ് വിച്ച് പോയിന്റ് എ, ബി ഓർ സി ലൈറ്റ് ഈസ് എ ലിമിറ്റിംഗ് ഫാക്ടർ? എയിലാണോ ബിയിലാണോ സി ലിമിറ്റിംഗ് ഫാക്ടർ ആവുന്നത്? സിയിലാണ് ലിമിറ്റിംഗ് ആവുന്നത് അല്ലെ? സിയിൽ കൂടാത്തതിന്റെ കാരണം ലിമിറ്റിംഗ് ഫാക്ടർ ആണ്. വാട്ട് വുഡ് ബി ദ ലിമിറ്റിംഗ് ഫാക്ടർ റീജിയൻ എ? എയിൽ എന്താണ് ലിമിറ്റിംഗ് ഫാക്ടർ? അതർ ഫാക്ടേഴ്സ് ആണ്, സൺലൈറ്റ് അല്ല. എയിൽ ബാക്കിയുള്ള ഫാക്ടേഴ്സ് ആണ് ലിമിറ്റിംഗ് ആയി വരുന്നത്. വാട്ട് ഡു സി ആൻഡ് ഡി റെപ്രസെന്റ് ദ കർവ്? സിയും ഡിയും എന്താണ്? ഡി മാക്സിമം ഫോട്ടോസിന്തസിസ് ആണ്, അല്ല ഡി മാക്സിമം ഫോട്ടോസിന്തസിസ് ആണ്. സി സ്റ്റഡി റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ആണ്, ഇല്ല സ്റ്റഡി റേറ്റ് ആണ്. Then give comparison between the following. C3, C4 pathway ഒരുപാട് കമ്പാരിസൺ അറിയാം. C3-4 നോട്ട്സ് തന്നിട്ടുണ്ട്. സൈക്ലിക് നോൺ സൈക്ലിക് ഇമ്പോർട്ടന്റ് ആണ്. അനാട്ടമി ഓഫ് C3 and C4. ആ ലാസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ നമ്പർ 9 വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിനേഷൻ കൊടുത്തുവെക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ നോട്ടിലുണ്ട്. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് ദ ചാപ്റ്റർ ഫോട്ടോസിന്തസിസ്. ഇനി നമുക്ക് ഇതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയ ഒരു ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. ദാറ്റ് ഈസ് റെസ്പിറേഷൻ ഇൻ ഹയർ പ്ലാന്റ്സ്. കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയ റിയാക്ഷൻസ് ആണ്. അപ്പോൾ ചാപ്റ്റർ കഴിഞ്ഞു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഫസ്റ്റ് ഇയറിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ 2 ചാപ്റ്റേഴ്സ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് സൈക്ലിക് നോൺ സൈക്ലിക് വരച്ചു പഠിക്കണം. കാർബിക്സ് ഡാർക്ക് റിയാക്ഷൻ വരച്ചു പഠിക്കണം. ഫോട്ടോ റെസ്പിറേഷൻ സ്കീം വരച്ചു പഠിക്കണം. അതുപോലെ ഡാർക്ക് റിയാക്ഷനും വരച്ചു പഠിക്കണം. കെമി ഓസ്മോട്ടിക് തിയറിയും വരച്ചു പഠിക്കണം. ബിക്കോസ് എക്സാമിനേഷന് 6 എണ്ണം ഉണ്ട്. 6 എണ്ണം വരക്കാൻ പറയും, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇതിൽ വരക്കാനാണ് കൂടുതൽ ചോദിക്കൽ. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഒരു ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ യു ക്യാൻ എക്സ്പെക്ട്. അത്ര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് വരച്ച് പഠിക്കുക. അസൈൻമെന്റ്സ് എഴുതുക. എക്സാമിന് മുമ്പ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റൂല. വി കനോട്ട് മീറ്റ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മീറ്റ് ചെയ്യാനുള്ള ചാൻസ് 1% പോലും കാണുന്നില്ല. സോ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആവണം. കാരണം SSLC എക്സാം കഴിഞ്ഞ പോലെ നമ്മുടെ ഈസി വാക്ക് ഓവർ കിട്ടൂല. അതുകൊണ്ട് അറിയാം
പ്ലസ് ടു റിസൾട്ട് നിങ്ങൾക്ക് അറിയാം എൻ്റെ അവസ്ഥ. അതുകൊണ്ട് നമ്മൾ അത്രയും സമയമുള്ളൂ. നമുക്ക് ജൂലൈയിൽ ഈ അടുത്ത 2 ചാപ്റ്റർ ബാക്കിയുണ്ട് തീർക്കണം. ഓഗസ്റ്റിൽ നമുക്ക് റിവിഷൻ നടത്തണം. ആ സമയം നിങ്ങൾ പ്രിപ്പയർ ആവണം. പ്രിപ്പയർ ആയി അസൈൻമെന്റും ചാപ്റ്റർ ബൈ ചാപ്റ്ററാണ്. ഞാൻ ഒരു ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യും. ഒരു ക്ലാസ്സിൽ ഗൂഗിൾ മീറ്റ് ആണ്. ഒരു ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യും. പഠിക്കുന്നവർ മാത്രമേ ഗൂഗിൾ മീറ്റിൽ എൻ്റർ ചെയ്യുള്ളൂ. ബാക്കിയുള്ളവർക്ക് വേണ്ട. പഠിക്കാതെ അസൈൻമെന്റ് കംപ്ലീറ്റ് ആവാതെ ഗൂഗിൾ മീറ്റിൽ ഞാൻ വരാൻ സമ്മതിക്കില്ല. ഗൂഗിൾ മീറ്റ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ആൻസർ ചോദിക്കലാണ്. അപ്പോൾ ഓരോ ചാപ്റ്റർ ബൈ ചാപ്റ്റർ ആയിട്ട് ഞാൻ വെക്കും. നമുക്ക് ആഗസ്റ്റ് മാസത്തിൽ ഡിസ്കഷൻ മുഴുവൻ ഫോക്കസ് പോയിന്റിനെ ബേസ് ചെയ്ത് ഡിസ്കഷൻ മുഴുവൻ തീർക്കണം. പിന്നെ അപ്പോൾ അതുകൊണ്ട് യു പ്രിപ്പയർ. കാരണം സമയം കളയരുത്. ഇത്രയും അസൈൻമെന്റ്സും നോട്ടും കംപ്ലീറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വി ക്യാൻ സ്റ്റാർട്ട് ദ റെസ്പിറേഷൻ. ഗുഡ് ബൈ.